പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം തിരുവചനം. കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവും ആയി നിലകൊള്ളും. അത് പകൽ തണൽ നൽകും, കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും. ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചം മുഴുവനും നമ്മളോട് വിളിച്ചു പറയുന്നത് സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുവാനാണ്. കാരണം കർത്താവിൻ്റെ കരവേലയായ ഓരോ സൃഷ്ടിയും ദൈവമഹത്വത്തിൻ്റെ അടയാളമാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി നിലകൊള്ളുന്നവരെക്കുറിച്ചാണ് ഇന്നത്തെ തിരുവചനം പറയുന്നത്. കർത്താവിൻ്റെ മഹത്വം അവർക്ക് മുകളിൽ ഒരു വിധാനമായി സംരക്ഷണ കവചം ഒരുക്കും. ആ മഹത്വമായിരിക്കും അവർക്ക് തണലും അഭയവും നൽകുന്നത്. ഈ തിരുവചനം ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഓരോ കാര്യങ്ങളെയും കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി വിട്ടുകൊടുക്കാം. ജീവിതത്തിലെ കുറവുകളെയും നഷ്ടങ്ങളെയും ദൈവം ദാനമായി തന്ന എല്ലാവരെയും കർത്താവിൻ്റെ മഹത്വത്തിന് വിട്ടുകൊടുക്കുമ്പോഴാണ് ദൈവഹിതം നമ്മുടെ ജീവിതത്തിലും നിറവേറുന്നത്. ഇന്ന് ദുരിതങ്ങളെന്ന് നമുക്ക് തോന്നുന്ന എല്ലാറ്റിനെയും ഒരു നാൾ കർത്താവ് തൻ്റെ മഹത്വത്തിൻ്റെ സദ്വാർത്തയാക്കി നമുക്ക് തിരിച്ചു തരും. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും കർത്താവിൻ്റെ മഹത്വം നിറയട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.